ഗുഡ് മോർണിംഗ്. ഇന്നൊരു മൺഡേ ആട്ടോ. മൺഡേ മാത്രമല്ല, ഇന്നൊരു സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് റോഡിൽ ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ അരമണിക്കൂർ എത്തേണ്ട സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ 1.5 മണിക്കൂർ മുമ്പേ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെത്തിയത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത് നമുക്ക് കഥാന്തത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഞാൻ 6:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് 8 മണിക്കുള്ള ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പതിവില്ലാത്ത തിരക്ക് ലിറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി. അത് കഴിഞ്ഞ് റോഡിൽ ഫുൾ ആൾക്കാർ സ്കൂൾ ബസ്സിലേക്ക് പാരൻസ് കുട്ടികളാക്കാൻ വന്നതും ഒക്കെ കൂടി ആയിട്ടായിരുന്നു കേട്ടോ ആ തിരക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ പെട്രോളൊക്കെ അടിച്ച് വണ്ടിയിൽ യാത്ര കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു മഞ്ഞ ബസ്സിൻ്റെ പ്രളയമായിരുന്നു വേണമെങ്കിൽ പറയാം. ഇഷ്ടം പോലെ മഞ്ഞ ബസ്സുകൾ. ഞാൻ ഇതുവരെ കണ്ടത് ഈ ബസ്സുകളൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് അതായത് നിർത്തിയിട്ടിരിക്കുന്നതായിരുന്നു, ഇങ്ങനെ ഗ്യാരേജിലും അല്ലെങ്കിൽ ഓരോ ബസ് റോഡ് സൈഡിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ആ ബസ്സുകൾ മൊത്തമായിട്ട് റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വല്ല ജാഥ ഒറ്റുള്ളതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു സ്കൂൾ ഏരിയയിൽ കൂടെയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. എൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി കുറവ് മൂലം കിട്ടാത്തതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. നമുക്ക് ഫുൾ സ്റ്റോപ്പും കോമയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡോർ തുറന്നപ്പോൾ തന്നെ ഇതാ പൂച്ച കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ റൂമിലെത്തി. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്തു. കർട്ടൻസൊക്കെ പൊക്കിയപ്പോൾ തന്നെ സൂര്യൻ നല്ല ഉച്ചയിലെത്തിയിട്ടുണ്ടായിരുന്നു. സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ അതൊന്നും സൂര്യന് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലോഗിൻ ചെയ്യലും EMR അപ്ഡേഷനും അങ്ങനെ പേഷ്യൻസിൻ്റെതും എല്ലാം കൂടി ആയിട്ട് കുറച്ച് സമയം അങ്ങനെ കടന്നു പോയിട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതാണ് ഞാൻ ക്ലിനിക്കിലേക്ക് വരാറുള്ളത്. അപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളി ഇനി വരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങാമെന്നല്ല, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി ഉഴുന്നുവട ഓർഡർ ചെയ്യുന്നുണ്ട് വേണോ വെച്ചിട്ട്. അങ്ങനെ ഞാൻ എനിക്കും വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഉഴുന്നുവട എത്തുന്നവരെ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങി ചെയ്തു തീർത്തു. പിന്നെ ഉഴുന്നുവട പിന്നെ വേറെ